Hi everyone, this is Ebin Sir from Evika. അങ്ങനെ iOS 27 പുതിയ ബേറ്റ 2 ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് സൈസ് വന്നിരിക്കുന്നത് എനിക്ക് 4.08 GB എൻ്റെ ഐഫോൺ 17 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 6 to 7 GB വരെ ഈ ഒരു അപ്ഡേറ്റ് സൈസ് ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഡിപ്പെൻസ് ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് iOS 26 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും വരുന്നുണ്ട്. ബേറ്റ ആയതുകൊണ്ട് നിങ്ങൾക്കൊരു ബേറ്റ ഡെവലപ്പർ പ്രോഗ്രാം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ ആപ്പിൾ iPadOS, macOS, visionOS, tvOS എന്നിങ്ങനെ പുതിയ സോഫ്റ്റ്വെയർസിൻ്റെ ബേറ്റാസും റിലീസ് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ആപ്പിൾ വാച്ച്ഓസിൻ്റെ പുതിയ ബേറ്റ റിലീസ് ചെയ്യാറില്ല. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOS 27 വന്ന പുതിയ ഫീച്ചേഴ്സും അതോടൊപ്പം ചേഞ്ചസും ഡിസ്കസ് ചെയ്യാം. ഇതേപോലെ അടിപൊളി കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതേപോലെ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഈസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം നമുക്ക് ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിംഗ്സ് എടുക്കാം. സെറ്റിംഗ്സ് ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ അപ് ടു ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ iOS 27 ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് 24A5370H എന്ന് കാണിക്കുന്നത്. ഈ ഒരു H എന്ന ആൽഫബെറ്റ് എയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തി എന്ന് പറയാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പുതിയ മോഡേൺ ഫോമുണ്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ബേറ്റിലുണ്ടായ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അതോടൊപ്പം കോൾ കണക്ടിവിറ്റീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിൽ അത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് സിറിയിലാണ്. അതോടൊപ്പം സിറി ലാസ്റ്റ് ബേറ്റിനെക്കാട്ടും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടും റെസ്പോൺസീവ്നെസ്സും കൂടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യാണ്. സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലിക്വിഡ് ഗ്ലാസിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടെ ഫ്ലൂയിഡായിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ ബേറ്റയിൽ ഇത്രമാത്രം ആ ഒരു ഫ്ലൂയിഡിറ്റി ലിക്വിഡ് ഗ്ലാസിന് ഉണ്ടായിരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഡൗട്ട് ചോദിക്കാം. വെൻ വാസ് ദ ലാസ്റ്റ് മാച്ച് ഓഫ് ബ്രസീൽ? കുറച്ച് ലോഡിങ് കാണിക്കുന്നുണ്ട്. ലോഡിങ്ങിന്റെ ടോൺ ഉണ്ട്. Brazil plays Scotland in the group stage of the FIFA World Cup on Thursday at 3:30 a.m. ഓക്കെ, ഞാൻ ലാസ്റ്റ് മാച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ഇനി വരാനുള്ള മാച്ചാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഈ പറയുന്ന സിറി കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ബേറ്റ 1 വെച്ച് നോക്കുമ്പോൾ ബേറ്റ 2 കുറച്ചുകൂടെ ഫ്ലൂയിഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഷ്വൽ ഇൻ്റലിജൻസിലും ആപ്പിൾ കുറച്ചുകൂടെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നേരെ സെറ്റിംഗ്സ് എടുക്കാം. സെറ്റിംഗ്സിൽ സിറി എടുക്കുമ്പോൾ ഇവിടെ സിറി AI എന്ന് കാണിക്കുന്നുണ്ട്. ബേറ്റ 1 സിറി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ സിറി AI എന്ന് കാണിക്കുന്നുണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ വിഷ്വൽ ഇൻ്റലിജൻസ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ടു ഇമേജ് സെർച്ച് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ സർക്കിൾ ടു സെർച്ച് ഇല്ലേ, ആ ഒരു ഓപ്ഷൻ്റെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് ഈ ഒരു ഹൈലൈറ്റ് ടു സെർച്ച് എന്നുള്ള ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രൂഫ് റീഡിങ്ങും റീറൈറ്റിങ്ങും ആപ്പിൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു നോട്ട് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ എവിക്ക എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്തു. ഡബിൾ ടാപ്പ് ചെയ്ത് ഞാൻ ആവശ്യമുള്ള ആ ഒരു കോണ്ടെക്സ്റ്റ് ഫുള്ള് സെലക്ട് ചെയ്യുമ്പോൾ പ്രൂഫ് റീഡും റീറൈറ്റും വന്നിട്ടുണ്ട്. അതോടൊപ്പം തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് സിറിയുടെ ഒരു ചിഹ്നം കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ടു സിറി അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ള ജസ്റ്റ് ഒരു സമ്മറി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആപ്പിൾ തന്നെ ടൈപ്പ് ചെയ്യും. അതോടൊപ്പം നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം സജഷൻസ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ സജഷൻസും ആപ്പിൾ ഇപ്പോൾ വണ്ടർഫുൾ ആയിട്ട് തരുന്നുണ്ട്. അതോടൊപ്പം മെസ്സേജിങ് ആപ്പിൽ തന്നെ നമ്മുടെ കീബോർഡ് എടുക്കുമ്പോൾ റൈറ്റ് വിത്ത് സിറി എന്ന് കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ത്രൂ ഔട്ട് OSലും നമ്മുടെ സിറിയുടെ ഫങ്ഷണാലിറ്റീസ് കൂട്ടാനും കീബോർഡ് സജഷൻസ് ഇംപ്രൂവ് ചെയ്യാനാണ് ആപ്പിൾ ഇവിടെ നോക്കുന്നത്. നമ്മുടെ സഫാരി ആപ്ലിക്കേഷൻ എടുക്കാം. സഫാരി ആപ്ലിക്കേഷനിലും സിറിയുടെ കുറച്ചധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ ഒരു 3 ഡോട്ട്സ് ഉണ്ടല്ലോ, 3 ലൈൻസ് ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആസ്ക് സിറി എന്നുണ്ട്. ഈ ഒരു വെബ്സൈറ്റിലുണ്ടായ എന്തെങ്കിലും ചേഞ്ചസോ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ സിറി എടുത്ത് ചോദിക്കാം. അതോടൊപ്പം താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ 2 പുതിയ ഓപ്ഷൻസും കൂടെ കാണിക്കുന്നുണ്ട്. ഒന്നാമത് നമുക്ക് ഇനി മുതൽ എക്സ്റ്റൻഷൻസ് ഡിസ്ക്രൈബ് ചെയ്ത് പുതിയ ഒരു എക്സ്റ്റൻഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. നോട്ടിഫൈ മീ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എൻ്റെ വെബ്സൈറ്റാണ്, നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ആ ഒരു വെബ്സൈറ്റിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ചെറിയ എന്തെങ്കിലും ഫോട്ടോസോ ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവിടെ ഡിസ്ക്രൈബ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കൊടുക്കുകയാണ് വെൻ എവർ ന്യൂ അപ്ഡേറ്റ് കംസ് നോട്ടിഫൈ മീ എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ടൈമും ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ടിക്ക് ഓപ്ഷൻ കാണിക്കും.
അതായത് ഈ ഒരു വെബ്സൈറ്റിൽ എന്ത് പുതിയ ചേഞ്ച് വന്നാലും ആ ഒരു ചേഞ്ച് എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു വെബ്സൈറ്റിൽ മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് വെബ്സൈറ്റിലും പുതിയൊരു ചേഞ്ച് വന്നാൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇനി മുതൽ നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന മാറ്റം നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷനാണ്. ക്യാമറ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇത് കണ്ടോ, 2 ഓപ്ഷൻസും, അതായത് എടുക്കാനുള്ള 2 ഓപ്ഷൻസും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, 2 ഓപ്ഷൻസും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാനത് അൺഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മാക്രോ ഓഫായി, ഞാനത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ പോർട്രേറ്റ് ഓണായി. ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഹിഡൻ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഹൈലൈറ്റിംഗ് ഓപ്ഷൻ ഇപ്പോൾ ആപ്പിൾ ക്യാമറയിലും കൊണ്ടുവന്നിരിക്കുന്നത്. വാലറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ ഇന്ത്യയിൽ ആപ്പിൾ പേയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ കാർഡോ നമുക്കില്ല. പക്ഷേ ആപ്പിൾ ക്യാഷും ബാക്കി കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യുന്ന നാടുകളിൽ ഇനി ഇൻസൈറ്റ് ഓപ്ഷൻസും വരുന്നുണ്ട്. വാലറ്റ് ആപ്പിൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇൻസൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഈ പറഞ്ഞ സ്പെൻഡിങ് ഇൻസൈറ്റ്, നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് എന്നീ പറഞ്ഞ പല കാര്യങ്ങളും ഒറ്റ ആപ്ലിക്കേഷൻ തന്നെ ആക്ച്വലി ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യയിൽ വരാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഡെയിലി എക്സ്പെൻസും ട്രാക്കിങ്ങും എല്ലാ കാര്യങ്ങളും ഒരേ ആപ്ലിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം നമുക്ക് ഇവിടെ ക്രിയേറ്റ് പാസ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പുതിയ പാസ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയും നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവൻ്റ് എടുത്തു. ഇവൻ്റിൽ തൊട്ട് താഴത്ത് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറിൽ കുറച്ചുകൂടെ പുതിയ ഫങ്ഷണാലിറ്റീസ്, ടെക്സ്റ്റേഴ്സ് എന്ന് പറയുന്ന പുതിയ ഫങ്ഷണാലിറ്റീസും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സിറി എന്ന് പറയുന്ന ഫങ്ഷണാലിറ്റി ഇപ്പോൾ ത്രൂ ഔട്ട് ടോയ്സിലേക്ക് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ നമ്മുടെ ആപ്പിൾ മ്യൂസിക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തു. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പൊക്കത്ത് ആസ്ക് സിറി എന്ന പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും ആപ്പിൾ മ്യൂസിക്കിൽ വന്നിട്ടുണ്ടോ, പുതിയ റിലീസ് നിങ്ങളുടെ ഏതെങ്കിലും ഫേവറേറ്റ് ആർട്ടിസ്റ്റിന് വന്നിട്ടുണ്ടോ എന്ന് ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ത്രൂ ഔട്ട് എല്ലാ ആപ്ലിക്കേഷനും. ഇപ്പോൾ ഞാനിതെടുത്തു. ഇവിടെ നിങ്ങൾക്ക് ആസ്ക് സിറി എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് കംപ്ലീറ്റ് ഏത് ആപ്ലിക്കേഷനിലും നമുക്ക് തേർഡ് പാർട്ടി നോക്കാം, F1 TV നോക്കാം. F1 TVയിലും ഈ പറയുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഫങ്ഷണാലിറ്റി ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനിൽ വരുന്ന ചേഞ്ചസും ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ അതിൽ നടക്കുന്ന കാര്യങ്ങളും അറിയാനായിട്ട് സിറി എടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം ഹോം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പിൾ TV ഇനി മുതൽ ഹോം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഇത്ര നാൾ ഹോം പോഡ് മാത്രമായിരുന്നു അപ്ഡേഷൻ വന്നിട്ടുണ്ടായത്. പക്ഷേ ഹോം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇനി ആപ്പിൾ TV അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു ഹിൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഹോം പാഡ് അല്ലെങ്കിൽ ഹോം സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഡിവൈസസോ ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാനിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഈ പറഞ്ഞ ആപ്പിൾ TVയും ഹോം പാഡും എല്ലാം അല്ലെങ്കിൽ ഹോം പോഡും എല്ലാം ഈ ഒരു ഹോം ആപ്ലിക്കേഷൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാനും അതോടൊപ്പം ബാക്കി കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ കൊണ്ടുവരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുണ്ടായ എൻ്റെ ഡിവൈസിലെ പെർഫോമൻസ്, ബാറ്ററി ഇഷ്യൂസ് ആൻഡ് തെർമൽ ബഗ്സ് ആൻഡ് ബഗ് ഫിക്സസ് എല്ലാത്തിനും പറ്റി സംസാരിക്കാം. നേരത്തെ കഴിഞ്ഞ ബീറ്റിലുണ്ടായ കുറേയധികം ബഗ്ഗുകൾ ഈ ഒരു അപ്ഡേറ്റിൽ റിസോൾവ് ആയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു ബഗ്ഗായിരുന്നു സ്ക്രീൻഷോട്ടിൻ്റെ ക്രോപ്പിംഗ് ബഗ് എന്ന് പറയുന്നത്. ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്തു. ഇവിടെ ഞാൻ ക്രോപ്പ് ചെയ്യാണ്. ഞാനിവിടെ വെച്ചൊരു ക്രോപ്പ് ചെയ്തു. ഈ ക്രോപ്പ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് എൻ്റെ ഫോട്ടോ ഗാലറിയിൽ വരുന്നുണ്ടായിരുന്നില്ല. നേരത്തെ ഉണ്ടായ എല്ലാ ഓപ്ഷനിലും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടിലും ക്രോപ്പ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്നു അല്ലെങ്കിൽ മിസ്അലൈൻ ആവുന്നു. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വൈഫൈ ഡ്രോപ്പിംഗ് ബഗും കുറേയധികം ആൾക്കാർ കണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് എനിക്ക്. ഇപ്പോൾ നമ്മൾ വൈഫൈ സോണിലാണെങ്കിൽ പോലും ചില സമയത്ത് വൈഫൈ ഓട്ടോമാറ്റിക്കലി കട്ടാവും, എന്നിട്ട് ഇൻ്റർനെറ്റിലേക്ക് പോകും അല്ലെങ്കിൽ ഈ പറഞ്ഞ സെല്ലർ ഡാറ്റയിലേക്ക് പോകും. ആ ഒരു ഇഷ്യൂ ഈ ഒരു അപ്ഡേറ്റിൽ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ ഫോട്ടോ ക്യാപ്ചറിങ് ബഗ്ഗും എനിക്കുണ്ടായിരുന്നു. ഞാൻ ചില സമയത്ത് ഒരു ഫോട്ടോ എടുക്കും, ആ ഒരു ഫോട്ടോ ക്ലിക്ക് അതേപോലെ ഷട്ടർ ക്ലിക്ക് ചെയ്യും, പക്ഷേ ഫോട്ടോ ഗാലറിയിൽ വരുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ മൾട്ടിപ്പിൾ ടൈം ഫോൺ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും എനിക്ക് ലഭിച്ചില്ല. ഞാൻ ഈ ഫോട്ടോ ഉണ്ടോ ഞാൻ കാണിച്ചിടാം. ഈ ഒരു നമ്മുടെ യോഗയുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ സാധനം കിട്ടി. എനിക്ക് ഈ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് പകരം ഞാൻ വീഡിയോ എടുത്തിട്ട് വീഡിയോയുടെ ഉള്ളിൽ നിന്നാണ് ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ചില സമയത്ത് എനിക്കും ആ ഒരു ഫോട്ടോ ക്യാപ്ചറിങ് ബഗ് ഉണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റിൽ അത് റിസോൾവ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം കുറേയധികം ബഗ്ഗുകളും ബഗ് ഫിക്സും ആപ്പിൾ ഓൾറെഡി ഫീഡ്ബാക്ക് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. iOS 27 ഫുൾ റിലീസ് നോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും.
എയർപോർട്സ് 2ന്റെ മാക്സിൽ ഒരു നോൺ ഇഷ്യൂസ് ഉണ്ട്, എയർപ്ലേയിൽ ഒരു നോൺ ഇഷ്യൂസ് ഉണ്ട്. ഇതേപോലെ കുറേയധികം നോൺ ഇഷ്യൂസും റിസോൾവ് ഇഷ്യൂസും പുതിയ ഫീച്ചേഴ്സും ആപ്പിൾ കൊടുക്കുന്നുണ്ടാവും. ദേ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ ക്യാമറയിൽ ഒരു ചെറിയ ബഗ് ഉണ്ടോ, ക്യാമറയിൽ ഒരു നോൺ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഇൻ ക്യാമറ ആപ്പ് പോർട്രേറ്റ് മോഡ് ബ്ലർ എഫക്ട് മൈറ്റ് റെൻഡർ ഇൻകറക്ട്ലി ഓർ ഫോട്ടോസ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ പറയുന്ന പോർട്രേറ്റ് മോഡിൽ കുറച്ചധികം ഇറഗുലാരിറ്റീസോ അല്ലെങ്കിൽ ബ്ലേഴ്സ് കറക്റ്റായിട്ട് വരാതിരിക്കുകയോ ചെയ്യാം. ഇതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് ബേറ്റാസ് ഒന്നും പ്രൈമറി ഫോണിൽ ഇടരുത് എന്ന്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇതേപോലെ പോർട്രേറ്റ് എടുത്തെന്ന് കരുതുക, പോർട്രേറ്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ പോർട്രേറ്റ് ഫോട്ടോ ലഭിച്ചില്ലെങ്കിലോ, അപ്പോൾ എല്ലാവരും പറയും ഐഫോൺ എന്ന് പറയും. പക്ഷേ ഈ ഒരു ബേറ്റ നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഡൗൺഗ്രേഡ് വരാനും ബഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ മേക്ക് ഷുവർ പ്രൈമറി ഫോണിൽ ഒരിക്കലും നിങ്ങൾ ബേറ്റാസ് റൺ ചെയ്യരുത്. സെക്കൻഡറി ഫോൺ ആണെങ്കിൽ പിന്നെയും ഓക്കെ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതോടൊപ്പം ഈ ഒരു ഡിവൈസിൽ ഞാനൊരു ബേറ്റ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു ടെൻഷനായിരുന്നു, പൊതുവെ എല്ലാ ബേറ്റാസും നല്ല രീതിക്കുള്ള സ്ലോ ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റട്ടേഴ്സ് വരാനുണ്ടാവും. ബട്ട് ഈ ഒരു അപ്ഡേറ്റ് ഹാറ്റ്സ് ഓഫ് ടു ആപ്പിൾ, നല്ല സ്മൂത്ത് ആയിട്ട് എല്ലാ ആപ്ലിക്കേഷൻസും എനിക്ക് ലോഞ്ച് ആവുന്നത്. ആപ്പിൾ മ്യൂസിക് ലോഞ്ച് ആവുന്ന ഫാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഫോട്ടോസ് എടുക്കാം, ഫോട്ടോസ് ഇപ്പോൾ ഓൾറെഡി എടുത്തുകൊണ്ട് അത് ഫാസ്റ്റായിട്ട് ലോഡാകും. നമുക്ക് ഈ 2 ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. ഇനി ഒന്നുകൂടെ എടുക്കാം, ആപ്പിൾ മ്യൂസിക് ലോഡായിട്ടുള്ള ഫാസ്റ്റ് നിങ്ങൾ കണ്ടോ. ഇനി ഫോട്ടോസ് എടുക്കാം, ഫോട്ടോസ് ആപ്ലിക്കേഷൻ നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് ലോഡാകുന്നത്, വിച്ച് മീൻസ് പെർഫോമൻസ് ആപ്പിൾ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്. ആപ്പ് ലോഞ്ചിങ് ആയിക്കോട്ടെ, സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങളും പെർഫോമൻസും അതോടൊപ്പം ബഗ്സും ആപ്പിൾ കുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബാറ്ററി ഞാൻ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ 90% ബാറ്ററി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിവൈസിൽ ഏകദേശം 78% ബാക്കിയുള്ള ബാറ്ററി എന്ന് പറയുന്നത്. നമുക്ക് ബാറ്ററി ഹെൽത്ത് എടുക്കാം. ഇവിടെ 90% ബാറ്ററി ഹെൽത്ത് പോയിട്ടുണ്ട്. 330 എൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഞാൻ സിമിലർ എമൗണ്ട് ഓഫ് ബാറ്ററി യൂസ് ചെയ്യാനാണ് ഇപ്പോൾ ഈ 9:10 സമയത്ത് ഞാൻ വരുന്നത്. ഇനി ചാർജിങ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 990 എൻ്റെ ബാറ്ററി ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതാണ് ഐഡിയലി എനിക്ക് സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററി ചാർജിങ് പാറ്റേൺ എന്ന് പറയുന്നത്. ഡിവൈസിൻ്റെ തേർമൽസ് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും നേരം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് വലിയൊരു ചൂടൊന്നുമില്ല. പക്ഷെ ഇതിവിടെ ഈ ഒരു പ്രൊസസ്സറും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് എനിക്ക് ചെറിയൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡ് ഗ്രിൽസിൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ട് എനിക്കൊരു ചെറിയ ചൂടും ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഡിവൈസ് ഇപ്പോൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ പുതിയ ബേറ്റ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ വർക്കിംഗ് ഉണ്ടാവും. ആ ഒരു വർക്കിംഗ് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആ ഒരു ചെറിയ ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് വർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറേയധികം കൂട്ടർക്ക് അനുഭവം ചെയ്ത ഒരു കാര്യമാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. എൻ്റെ ഇൻഡെക്സിങ് കാര്യമുണ്ട്, ചില കൂട്ടർക്ക് ഇവിടെ ഇൻഡെക്സിങ് കാണിക്കുന്നില്ല. പക്ഷേ ഇംപ്രൂവിങ് സിറി എന്ന ഓപ്ഷനിലായിരിക്കും ആ ഒരു പേജ് ഇപ്പോൾ പുതുതായിട്ട് പോപ്പപ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ വട്ടത്തെ പോലെ 2 ആഴ്ചയൊന്നും വെയിറ്റിംഗ് ഉണ്ടാവില്ല, പെട്ടെന്ന് ഇൻഡെക്സിങ് കഴിയാനുള്ള ചാൻസും ഈ ഒരു പുതിയ ബേറ്റയിൽ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇനി പുതിയ ബേറ്റയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്നായിരിക്കും എന്ന് ചോദിച്ചാൽ മിക്കവാറും ഈ ഒരു വീക്കിൽ തന്നെ iOS 26.5.2 എന്ന ഒഫീഷ്യൽ അപ്ഡേഷനും iOS 26ൻ്റെ പുതിയ ബേറ്റ ഡെവലപ്പർ 3 റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ജൂലൈയിലാണ് നമുക്കിനി ബേറ്റ 3 വരുള്ളൂ, കാരണം പബ്ലിക് ബേറ്റയും ജൂലൈയിൽ തന്നെയാണ് വരുന്നത്. ജൂലൈയിൽ ഒരു 6th ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ഡെവലപ്പർ ബേറ്റ 3യും പബ്ലിക് ബേറ്റ 1ഉം ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അതിനുശേഷം കുറച്ചധികം മാസങ്ങൾ നമുക്ക് ബേറ്റാസിൽ തന്നെ റൺ ചെയ്ത് സെപ്റ്റംബർ ഒരു മിഡ് ഓഫ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഒഫീഷ്യൽ അപ്ഡേഷനും ആപ്പിളിൻ്റെ പുതിയ iPhone 18 Pro സീരീസും കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്, റണ്ടേഴ്സ് ആണ്. ഇതേപോലെ തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു അപ്ഡേഷൻ വീഡിയോയിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ കിടിലൻ ആപ്പിൾ വീഡിയോസും ബാക്കിയെല്ലാം അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ കിടിലൻ വാൾപേപ്പേഴ്സും ആണെങ്കിലും നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. Go follow me on Instagram too. And thank you so much for watching this whole video. This is Yebin Xavier signing from Evika.